ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനിയേച്ചർ തെങ്ങും വാഴയൊക്കെയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കമ്പുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നൂൽക്കമ്പിയുണ്ട്, മാസ്കിംഗ് ടേപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കമ്പുകളാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതായത് വാഴയ്ക്ക് ചെറിയതും തെങ്ങിന് ചില വലിപ്പമുള്ളതും. ഇനി നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന തെങ്ങാണ്. അപ്പോൾ അതിന് മാസ്കിംഗ് ടേപ്പ് എടുത്തു, അതിലൊരു നൂൽക്കമ്പി ഇങ്ങനെ വെച്ചിട്ട് മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ അത് മാസ്കിംഗ് ടേപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി അത് മടങ്ങാതെ വേണം ചെയ്യാൻ, പയ്യെ വേണം ചെയ്യാൻ. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിട്ട് അത് മടങ്ങിപ്പോവും. അപ്പോൾ മടങ്ങിപ്പോകാതെ വേണം അത് ചെയ്യാൻ. നമ്മൾ ഇത് ഒട്ടിക്കുമ്പം മുക്കാലും ഒട്ടിക്കാവുള്ളൂ കേട്ടോ, ഫുൾ ഒട്ടിച്ച് വിടുകയില്ല. മുക്കാലും ഒട്ടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കും. പക്ഷേ ഇത് എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ മാസ്കിൻ്റെ ഇച്ചിരി വലിപ്പം കൂടിയതാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിപ്പം കുറഞ്ഞത് വരും കേട്ടോ. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. അപ്പോൾ ഇത് വലിപ്പം കൂടിയതായതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ പല ടൈപ്പുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വലിപ്പം കുറഞ്ഞത് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ തെങ്ങിൻ്റെ ഒരു ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം ഒരുപാട് വലിപ്പം വേണ്ട. അപ്പം രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് വീതം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജസ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതായത് താഴെ ഒരു കയറോ രീതിയിൽ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ മുകളിൽ കുറച്ച് വളച്ചിട്ട് ഒരു ഷേപ്പിലും ഒന്ന് കട്ട് ചെയ്ത് വിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിയണം. നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മടക്കി താഴോട്ടാക്കുക. എന്നിട്ട് ഇത് സൈഡിൽ എത്രയും മാക്സിമം ചെറുതാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ചെറുതാക്കി അരിയണം. കാരണം തെങ്ങിൻ്റെയൊക്കെ ഓല കണ്ടിട്ടില്ലേ, അപ്പോൾ അതുപോലെ ആക്കാൻ വേണ്ടിയാണ്. അപ്പം മാക്സിമം ചെറുതായിട്ട് ഫുൾ അരിയണം. ഫുൾ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നിവർത്തിയെടുക്കണം. അത് അത്യാവശ്യം ഒട്ടിപ്പിടിച്ചിരിക്കണം. കാരണം നോക്കി ശ്രദ്ധിച്ച് വേണം, കാരണം നൂൽക്കമ്പി വളയാതെ ശ്രദ്ധിച്ച് നോക്കി വേണം വിരിച്ചെടുക്കാനിത്. പട്ടയുടെ ഒരു ആയില്ലേ, ഇതുപോലെ ഈ ഇത്ര തെങ്ങിനുള്ള ഒരെണ്ണത്തിലൊരു 8 എണ്ണം വെച്ച് കണ്ടിക്കണം. അങ്ങനെ നമ്മളിത് ഇത്രയും എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല ലീഫ് തെങ്ങിനുള്ള. ഇനി ഉണ്ടാക്കാനുണ്ട്. ഇത്ര വെട്ടി വെച്ചിട്ടുണ്ട്, ഇതും ഇതുപോലെ ആക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വാഴയ്ക്കുള്ളത് ഉണ്ടാക്കാൻ. അപ്പോൾ തെങ്ങിൻ്റെ ഇത്ര ലീഫ് നമ്മൾ ഇനി വെട്ടാൻ കിടക്കുന്നു. ബാക്കി ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാമേ. അടുത്തത് നമ്മൾ പെയിൻറ്റിങ് ആണ്. അതും നമ്മൾ ലീഫെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആദ്യം ലീഫിന് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രീൻ കളർ കൂടാതെ നമ്മളിതിന് യെല്ലോയും ബ്ലാക്കും ഇടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു നാച്ചുറൽ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഫുൾ കളർ നമ്മൾ ഗ്രീൻ അടിച്ചു. കുറച്ച് ലൈറ്റായിട്ടൊരു യെല്ലോ ടച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലും ചെറുതായിട്ട് കൊടുത്തിട്ട് ഒന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നമുക്കൊരു നാച്ചുറൽ ഒരു ലീഫ് പോലെ തോന്നും. ലീഫിനെല്ലാം നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തെങ്ങിൻ്റെ ബാക്കി തടിക്ക് വേണ്ടി നമ്മൾ തെങ്ങിൻ്റെ എടുത്ത കമ്പുണ്ട്. അപ്പോൾ ആ കമ്പ് നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഫുൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ട് നമുക്കിതിന് ബ്രൗൺ കളറാണ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നത് കേട്ടോ. കാരണം നമുക്കൊരു തെങ്ങിൻ്റെ ആ ഒരു കളറ് ആ രീതിയിലായതുകൊണ്ട് നമ്മൾ ആ ഒരു ബ്രൗൺ കളർ നമ്മൾ ഫുൾ അടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇത്ര ലീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഉണങ്ങിയ പട്ടയ്ക്ക് ഒരു 4-5 ലീഫ് കൂടെ വേണം. അതിൻ്റെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലീഫിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഉണങ്ങി കഴിഞ്ഞിട്ട് പിടിപ്പിച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് പെയിൻറ്റിങ് പണിയും കൂടെ തീർത്തു. നമ്മളങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇനി നമുക്കിത് പിടിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഫുള്ള് തെങ്ങോലെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം കളറടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തെങ്ങ് ഉണ്ടാക്കിയിട്ട് വേണം അടുത്ത വാഴ ഉണ്ടാക്കാൻ. ഉണങ്ങിയ പട്ടയുണ്ട്, ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ സാമ്പിൾ അടിച്ചു. ഇനിയിപ്പോൾ എല്ലാം ഇതിലും ഭംഗിയായിട്ട് എല്ലാം റെഡിയാക്കണം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ തെങ്ങിൻ്റെ റെഡിയാക്കാനുള്ള പരിപാടിയിലിട്ട് പോകാം. ഇതുപോലെ തന്നെ എല്ലാം എടുക്കുക.
നമ്മൾ പെയിൻ്റ് അടിച്ച കമ്പെടുത്തു. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഓരോ ലീഫ് വെച്ചിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ച് തന്നെയാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പം ഒരു തെങ്ങിൽ നമ്മൾ 8 ലീഫാണ് വെക്കുന്നത് കേട്ടോ. അതായത് 7 ഒരു നോർമൽ ലീഫും ഒരെണ്ണം ഒരു ഉണങ്ങിയ പട്ട, അതായത് നമുക്ക് ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ഒരു ഇത് കണ്ടില്ലേ ചില തെങ്ങുകളിലൊക്കെ, ആ ഒരു ഇതിന് വേണ്ടിയാട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം സെപ്പറേറ്റ് അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് മാസ്കിംഗ് ടേപ്പ് വെച്ച് ചുറ്റിയിട്ട് നമ്മൾ ആ ചുറ്റിയ ഭാഗം നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലീഫ് അറേഞ്ച് ചെയ്യും. അപ്പം ഞാനിത് നമുക്ക് പെട്ടെന്നൊരു ക്യൂരിയോസിറ്റി കാരണം ഞാനിത് ഫുള്ള് ചുറ്റിയിട്ട് വളച്ച് കഴിഞ്ഞിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം അപ്പം നമ്മൾ ഓരോ ലീഫ് എടുത്ത് ചെയ്തിട്ട്, ഞാൻ ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ മാത്രം അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ബാക്കി ചെയ്യുമ്പോൾ കാരണം നമുക്ക് വളച്ച് ചെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് അടിക്കാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ചിട്ട് വേണം നമുക്ക് ഓരോ ലീഫും വളയ്ക്കാൻ. ഞാനിതിപ്പോൾ ആദ്യം എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഓരോ ലീഫും വളച്ച് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിലൊക്കെ കണ്ടില്ലേ കുറേ എണ്ണം പലതും മുകളിലോട്ട് പൊങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിന് എങ്ങനെയാണ് എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു തെങ്ങിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ഓരോന്നിൻ്റെ. അപ്പം നമ്മൾ ഈ ഉണങ്ങി കണ്ടോ ഒരു വട്ട നേരെ താവോട്ട് ആ രീതിയിൽ ഒടിച്ച് വളച്ച് വെച്ചു. ഇനി നമുക്കിത് മാസ്കിംഗ് ടേപ്പിൻ്റെ ആ ഒരു പെയിൻ്റ് അടിക്കാനുള്ള ഭാഗം കൂടെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവും. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത വാഴയുടെ പരിപാടി കേട്ടോ. അതും അതുപോലെ തന്നെ മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒട്ടിക്കുക. നമ്മൾ തെങ്ങിൻ്റെ ഉണ്ടാക്കിയ പോലെ തന്നെ കമ്പി വെച്ച് അതുപോലെ തന്നെ മടക്കി ഒട്ടിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ ഇതുപോലെ കണ്ടിച്ചെടുക്കണം. പിന്നെ റൗണ്ടിൽ കണ്ടിച്ചെടുക്കണം. റൗണ്ടിലിങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് വാഴയുടെ ഇലയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ ഒരു വെട്ട്, അത് നമ്മളത് ഇടയ്ക്ക് കീറി കിടക്കില്ല, അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അല്ലോ ഈ ഒരു ഷേപ്പിലാണ് നമ്മളതിനെ കണ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇത്ര എണ്ണം കൂടെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ വാഴയിലേക്ക് നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണം ഒരു ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ ബ്ലാക്ക് കളറും വേണം. അതൊരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. വാഴയുടെ ലീഫിന് കളർ അടിക്കുമ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ എടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ രീതിയിൽ ബ്ലാക്ക് ടച്ച് കൊടുക്കുന്നത് നാച്ചുറൽ ഫീൽ വരും. തെങ്ങിൻ്റെ ഒട്ടിച്ച പോലെ അല്ല ഇതിൻ്റെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കുന്നത്. മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ നമുക്കിത് റോൾ ചെയ്താണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇത് വാഴയ്ക്കുള്ള ഇങ്ങനെ റോൾ ചെയ്ത് ഒട്ടിക്കണം. ചുളുങ്ങിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയ റെഡ് ഷെയ്ഡൂടെ കൊടുക്കണം. തെങ്ങിൻ്റെ ഒട്ടിച്ചോറ് തന്നെ മാസ്കിംഗ് ടേപ്പ് ഇതിന് അതുപോലെ തന്നെയാണ് ഇതും ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. റോൾ ചെയ്യുക.
5 ഇലയാണ് നമ്മൾ ഇതിന് വെച്ച് കൊടുക്കുന്നത്. എല്ലാത്തിനും എല്ലാ ഇല ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം, അപ്പോൾ ഷേപ്പിൽ വരാൻ വേണ്ടി. ഒരു വാഴയുടെ ഷേപ്പിൽ വന്ന് തോന്നുന്നു. അങ്ങനെ വാഴ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി നമുക്ക് കളർ കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസ്കിൻ്റെ ഈ ഭാഗത്തൂടെ കളർ അടിച്ചു കഴിഞ്ഞാൽ സെറ്റ്. നമ്മുടെ വാഴ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ വാഴയുടെ തെങ്ങിൻ്റെയൊക്കെ പണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഈ തെങ്ങും വാഴയും കൂടെ നമുക്ക് പുറത്ത് കൊണ്ട് സെറ്റ് ചെയ്യാം, എന്നാലും അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് തെനയൊക്കെ വിതച്ച് വെച്ചിട്ടുണ്ട്, അതായത് പുൽക്കൂടിന് വേണ്ടി. അപ്പോൾ അവിടെ കൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ള അതിൻ്റെ ഒരു ഭംഗി നമുക്കപ്പോൾ കാണാൻ പറ്റും. തെങ്ങും വാഴയും നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തെങ്ങും തോട്ടം പോലെ, ഇവിടെ ഒരു വാഴത്തോട്ടം പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. പുൽക്കൂടിന് വേണ്ടിയാണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല, എന്നാലും എനിക്ക് കാരണം സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു സ്പീഡിൽ ഉണ്ടാക്കിയതാണ് ഈ ഒരു രീതിയിൽ വന്നേക്കുന്നത്. ഇച്ചിരി ഒരു നന്നായിട്ട് സമയമെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാതെ വരെ ടാറ്റാ, ബൈ ബൈ.